അപ്പോൾ ഗൈസ്, അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുട്ടിക്കാനം എത്തി. കുട്ടിക്കാനം ജംഗ്ഷനിൽ നമ്മൾ വാഗമണ് പോകുന്ന റൂട്ടിൽ ഒരു കിലോമീറ്റർ പോലും ഇല്ല ഗൈസ്. അപ്പോൾ നമ്മളൊരു ചർച്ച ഉണ്ട്, സീസൈ ചർച്ചയാണ്. വളരെ പ്രത്യേകതയുള്ളൊരു ചർച്ചയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് നമ്മൾ കുട്ടിക്കാനമുള്ള നമ്മൾ സീസൈ ചർച്ചിലാണ് കേട്ടോ. നമ്മൾ ഇവിടെ ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നയനെ, പിന്നെ ജോസഫ്, അങ്ങനെ ഒരുപാട് മലയാള സിനിമകൾ ഇപ്പോഴും ഇവിടെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കും. അടുത്ത് കണ്ടു, ബാക്കി കണ്ടു, തമിഴ് പടമാണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന പള്ളിയുടെ മുറ്റത്താണ് കേട്ടോ. ഇതേ കാണുന്നതാണ് ചർച്ച. നമ്മളങ്ങോട്ട് ചർച്ചിലോട്ട് പോവാണ്. വരൂ. നല്ല ക്ലൈമറ്റാണ് ഗൈസ് ഇവിടെ. ഇതുണ്ടോ, ഇപ്പോൾ ഒരു മഴയും കൂടെ ആയതുകൊണ്ടേ ഗൈസ്. അപ്പം ഞങ്ങളങ്ങനെ ഇതേ ചർച്ചിന് മുന്നിൽ വന്നു ഗൈസ്. അപ്പം ചർച്ച് എല്ലാ ദിവസവും തുറന്നിടുന്നതാണ്, എല്ലാ ദിവസവും തുറന്നിടുന്നത്. നമുക്ക് എല്ലാവർക്കും കയറാം. ഇന്ന് ഷൂട്ടിംഗ് ആയിട്ടാണ് ഗൈസ്. അപ്പം പള്ളി നടച്ചിട്ടേക്കണേ. ഞങ്ങൾക്ക് പള്ളി കയറാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് ഞങ്ങൾക്ക്. വന്നു ഗൈസ്. ഈ ചർച്ചിലൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇവിടെ വേണ്ട ഒരുപാട് കല്ലറകൾ കാണാൻ കണ്ടതുണ്ടോ? ഇത് അങ്ങോട്ട് ഇതവിടെ എല്ലാം കാണാം ഗൈസ്. അപ്പോൾ ഈ കല്ലറയിൽ ഒരു കുതിര അടക്കിയിട്ടുണ്ട് ആൾക്കാരുടെ കൂട്ടത്തിൽ. അതാണ് ഈ പള്ളിയിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഡോണ്ടതുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാണ്. ഉണ്ടാക്കണം കാണാം ഗൈസ്. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാം. ഇതേ ഗൈസ്, ഇതുണ്ടോ, മൊത്തം കല്ലറകളാണ് ഗൈസ്. അപ്പോൾ ഈ ചർച്ച് ബ്രിട്ടീഷുകാർ കൊണ്ടത് ചർച്ചാണ് കേട്ടോ. അന്നത്തെ കാലത്ത് അച്ഛൻ്റെ കൂടെ ഉള്ള കുതിരയാണ് ഇവിടെ അടക്കിയേക്കുന്നത്. അപ്പം അച്ഛൻ പറഞ്ഞു എൻ്റെ കൂടെ ആ കുതിരയെ മടക്കണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഈ ചർച്ചിൽ ആ കുതിരയെ അടക്കിയേക്കുന്നത് ഗൈസ്. അപ്പം നമ്മൾ കണ്ട കുതിരയുടെ കല്ലറകൾ അടുത്തോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് കുതിര കണ്ടോ. കുതിരയ്ക്ക് വേണ്ടി ഒരു കല്ലറ. ഡൗണി വൈറ്റ് റോഡ്സ്. ഒരുപാട് മനോഹരമാക്കുന്ന എന്തുവാണെന്നറിയോ? ജിൻസിന് മനസ്സിലായി എന്തുവാന്ന്? ജിൻസ് ഇപ്പോൾ ഇവിടെ പള്ളി വന്നില്ല, ഏറ്റവും ജിൻസിന് ആകർഷമായിട്ട് തോന്നിയ കാര്യം എന്തുവാണെന്നറിയോ? നമ്മുടെ ഈ പള്ളി ഏറ്റവും ഡിഫറെൻ്റായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് സിനിമാക്കാരൊക്കെ ഇവിടെ വരും. നേച്ചറുമാണ്. ഈ മരം കണ്ടോ? അതെ, ഈ മരങ്ങളാണ് നേച്ചറിൻ്റെ മരവും. പൈൻവാലിയോ ഏതോ ഈ മരത്തിൻ്റെ ഒരു പേരുണ്ട്. എന്തോ ഒരു എനിക്കറിയാം മരത്തിൻ്റെ പേര്, മറന്നുപോയി. പൈസ ഈ മരം കണ്ടോ? ഈ മരങ്ങളെല്ലാം ഈ പള്ളിയുടെ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇതാണ് ഇവിടെ ഏറ്റവും മനോഹരമാക്കുന്നത്. മരത്തിൻ്റെ പേര് ഗൈസ്. അപ്പോൾ നിങ്ങൾ അറിയുന്നവർ നിങ്ങൾ കമൻറ്റ് ചെയ്യുമോ? എനിക്കറിയാമായിരുന്നു ജിൻസ് ഈ മരത്തിൻ്റെ പേര്, ഞാനങ്ങ് മറന്നുപോയി. ഗൈസ്, അപ്പോൾ മഞ്ഞിറങ്ങി വരുന്നുണ്ട്. ഇതുകൊണ്ട് അപ്പോൾ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ. ജിൻസ് ബൈ. ബൈ.